നിങ്ങൾക്ക് സിദ്ധികൾ ലഭിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് വലിയൊരു പരീക്ഷണത്തെ നേരിടും. മറ്റുള്ളവരെ വശീകരിക്കാനോ അവരുടെ ചിന്തകൾ വായിക്കാനോ ഉള്ള കഴിവ് കിട്ടുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ തോന്നും. പക്ഷേ ഓർക്കുക, നിങ്ങൾ എപ്പോഴാണോ ഈ ശക്തിസ്വാർത്ഥമായ കാര്യങ്ങൾക്കോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഉപയോഗിക്കുന്നതെന്നു മുതൽ നിങ്ങളുടെ സാധന തകരാൻ തുടങ്ങും. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആത്മീയ ഊർജ്ജം മുഴുവൻ വെറും നിസ്സാരമായ കാര്യങ്ങൾക്കായി പാഴാക്കരുത്. സിദ്ധികൾ എന്നത് വഴിയിലെ മയിൽക്കുറ്റികൾ മാത്രമാണവ, ലക്ഷ്യമല്ല. ത്രാടക സാധനയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടത് നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണം. കാരണം ത്രാടകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്നും ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ത്രാടകം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ നേരിട്ട് ഇത് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാം. ത്രാടകം വളരെ നല്ലൊരു യോഗമുറയാണ്, പക്ഷേ അതിനെക്കുറിച്ച് ശരിയായ അറിവുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പലതരം ത്രാടകങ്ങളെക്കുറിച്ച് സംസാരിക്കും. ബിന്ദു ത്രാടകത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി അതിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. വിളക്കിന്റെ നാളത്തിൽ ചെയ്യുന്ന ജ്യോതി ത്രാടകം, ജലത്തിലും ചെയ്യുന്ന ത്രാടകം, ദൂരെയുള്ള മരങ്ങളിൽ ചെയ്യുന്ന ത്രാടകം, ചന്ദ്രനിലും ചെയ്യുന്ന ത്രാടകം, നക്ഷത്രങ്ങളിലും ചെയ്യുന്ന ത്രാടകം, അതുപോലെ സൂര്യനിലും എങ്ങനെ ത്രാടകം ചെയ്യാം എന്ന് നമ്മൾ നോക്കും. ഓരോ ത്രാടകം ചെയ്യുമ്പോഴും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാവുക. കൂടാതെ ത്രാടകശക്തി ഉപയോഗിച്ച് എങ്ങനെ ചക്രങ്ങളെ ഉണർത്താം, ചക്ര അവേക്കനിംഗ് സിദ്ധികൾ എങ്ങനെ നേടാം, രോഗങ്ങൾ എങ്ങനെ ഭേദമാക്കാം, നെഗറ്റീവ് ഊർജത്തെ എങ്ങനെ അകറ്റാം തുടങ്ങിയ കാര്യങ്ങളും ഇതിലുണ്ടാകും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കുണ്ടലിനി ജാഗരണത്തിനും ത്രാടകം എങ്ങനെ സഹായിക്കുന്നു എന്നും നമ്മൾ ചർച്ച ചെയ്യും. ത്രാടകം ചെയ്യുമ്പോൾ മന്ത്രജപം ആവശ്യമാണോ, രാത്രികാലങ്ങളിൽ എങ്ങനെ പരിശീലിക്കണം, വശീകരണ ക്രിയകൾ എങ്ങനെ ചെയ്യാം എന്നതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നു. പ്രധാനമായും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ മാറ്റാം എന്നതിലാണ് ഞാൻ ഊന്നൽ നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇഷ്ടദേവതാ ത്രാടകത്തെ ദൈവത്തിന്റെ ചിത്രത്തിൽ നോട്ടമുറപ്പിക്കുക കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ചിത്രത്തിൽ ത്രാടകം ചെയ്യുന്നത് വളരെ വേഗത്തിൽ ഫലം നൽകും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളിപ്പോൾ കാണാൻ പോകുകയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഷ്ടദേവതാ ത്രാടകത്തെക്കുറിച്ചാണ്. ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സാധകർക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ദൈവത്തിന്റെയോ, ശിവൻ, കൃഷ്ണൻ, കാളി അങ്ങനെ ആരുമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവിന്റെയോ ഒരു ചിത്രമെടുക്കുക. ആ ചിത്രം നിങ്ങളുടെ കണ്ണിന് നേരെ ചുവരിൽ പതിപ്പിക്കുക. ബിന്ദു ത്രാടകത്തിൽ ചെയ്തതുപോലെ തന്നെ ചിത്രവും നിങ്ങളും തമ്മിൽ 2-3 അടി അകലമുണ്ടായിരിക്കണം. ആ ചിത്രത്തിന്റെ പുരികങ്ങൾക്കിടയിലോ ആജ്ഞാചക്രം അല്ലെങ്കിൽ ഹൃദയഭാഗത്തോ നോട്ടമുറപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭക്തിയെ ഉണർത്താനും ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കാനും സഹായിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ചിത്രത്തിൽ നോക്കിയിരിക്കുമ്പോൾ പതുക്കെ ആ ചിത്രം ജീവനുള്ളതായി നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ചിത്രത്തിലെ ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നതായോ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുന്നതായോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ ഭാവനയല്ല, മറിച്ച് നിങ്ങളുടെ ഏകാഗ്രത ആ ആത്മീയ ഊർജവുമായി ബന്ധിക്കപ്പെടുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാവുകയും ഉള്ളിൽ വലിയൊരു സന്തോഷം നിറയുകയും ചെയ്യും. ഭക്തിയുടെയും യോഗത്തിന്റെയും ഒരു ഒത്തുചേരലാണ് ഈ ഇഷ്ടദേവതാ ത്രാടകം. ഇഷ്ടദേവതാ ത്രാടകം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമന്ത്രം മനസ്സിൽ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ശിവന്റെ ചിത്രത്തിലാണ് നോക്കുന്നതെങ്കിലോ നമഃശിവായ എന്ന് മനസ്സിൽ മന്ത്രിക്കുക. മന്ത്രത്തിന്റെ ശബ്ദതരംഗങ്ങളും നിങ്ങളുടെ നോട്ടത്തിന്റെ ശക്തിയും ഒന്നിക്കുമ്പോൾ ആ ദേവതയുടെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കോപം കുറയാനും ദയയും കരുണയും വർദ്ധിക്കാനും ഇത് സഹായിക്കും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ദിവ്യത്വം ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. ചിത്രത്തിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണ് പുകയുകയാണെങ്കിൽ പതുക്കെ കണ്ണടയ്ക്കുക. ആ സമയം ആ ദൈവത്തിന്റെ രൂപം നിങ്ങളുടെ 2 പുരികങ്ങൾക്കുമിടയിൽ നെറ്റിയിൽ കാണാൻ ശ്രമിക്കുക. പുറത്ത് കണ്ട രൂപം അകത്ത് കാണുന്നതിനെ ആനന്ദർ ത്രാടകമെന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. തുടക്കത്തിൽ 10 മിനിറ്റ് കൊണ്ട് തുടങ്ങുക, പിന്നീട് സമയം കൂട്ടിക്കൊണ്ടുവരാം.
ഇത് പതിവായി ചെയ്താൽ ആ ദേവതയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ മൂർത്തിത്രാടകവും ചെയ്യാവുന്നതാണ്. മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചെയ്യാനും ഏകാഗ്രത ഉണ്ടാക്കുവാനും വേണ്ടി ബിന്ദു ത്രാടകവും അതിന്റെ ഭാഗങ്ങളായ മൂർത്തിത്രാടകവും ഓം ത്രാടകവും ചിത്രങ്ങളിൽ ചെയ്യുന്ന ത്രാടക സമയവും ഉപയോഗിക്കുക. നിങ്ങൾ ഏതെങ്കിലും മന്ത്രജപം ചെയ്യുന്നതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മനസ്സ് ചഞ്ചലമാക്കാതെ ഏകാഗ്രതമായി ജപം സാധ്യമാണ്. ഇതിന്റെ ബാക്കി ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് സംസാരിക്കാം. ബിന്ദു ത്രാടകം കുറച്ചു ദിവസങ്ങൾ പരിശീലിച്ച ശേഷം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ജ്യോതി ത്രാടകമാണ്. ഒരു നെയ്വിളക്കോ അല്ലെങ്കിൽ നല്ല എണ്ണയുടെ വിളക്ക് ഇതിനായി ഉപയോഗിക്കാം. പല വീഡിയോകളിൽ മെഴുകുതിരി ഉപയോഗിക്കുന്നത് കാണാൻ തെറ്റായ രീതി ആണ്. കാരണം മെഴുകുതിരി കത്തിത്തീരുമ്പോൾ നമ്മുടെ നോട്ടവും അതോടൊപ്പം താഴേക്ക് വരും. ജ്യോതി ത്രാടകം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു വശീകരണ ശക്തി ഉണരാൻ തുടങ്ങും. ഇതിന് ബിന്ദു ത്രാടകത്തെക്കാൾ വേഗതയിൽ ഫലം തരാൻ കഴിയും. വിളക്കിന്റെ നാളം ഫ്ലെയിം ഒരു പ്രത്യേക താളത്തിൽ ചലിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് ഡീപ് മെഡിറ്റേഷൻ പോകും. ജ്യോതിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ നാളത്തിനു ചുറ്റും നീലയോ സ്വർണ്ണ നിറമോ ഉള്ള ഒരു പ്രകാശവലയം കാണപ്പെടും. നിങ്ങൾ നോട്ടമുറപ്പിക്കുമ്പോൾ ആ നാളം അസ്ഥിരമായി ചലിക്കുന്നത് നിൽക്കുകയും അത് നിശ്ചലമായ ഒരു പ്രകാശരൂപമായി മാറുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മജ്യോതി ഉണരുന്നതായി സങ്കൽപ്പിക്കുക. ജ്യോതി ത്രാടകം കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളെ നോക്കുമ്പോൾ ഒരുതരം ബഹുമാനവും ആകർഷണവും തോന്നിത്തുടങ്ങും. ജ്യോതി ത്രാടകം ചെയ്യുമ്പോൾ മുറിയിൽ മറ്റു വെളിച്ചങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇരുട്ടിൽ ആ പ്രകാശം മാത്രം കാണുമ്പോൾ ഏകാഗ്രത കൂടും. എന്നാൽ ശ്രദ്ധിക്കുക, ജ്യോതി കണ്ണിന് തൊട്ടടുത്ത് വെക്കരുത്. ഏകദേശം 2 മുതൽ 3 വരെ അടി അകലം പാലിക്കണം. ബിന്ദു ത്രാടകത്തിലെന്ന പോലെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് സ്വാഭാവികമാണ്. വെള്ളം വന്നാൽ കണ്ണ് പതുക്കെ അടയ്ക്കുക. അടച്ച കണ്ണിനുള്ളിലും ആ ജ്യോതിയുടെ രൂപം കാണാൻ ശ്രമിക്കുക. ഇതിനെ ആനന്ദർ ത്രാടകം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ജ്യോതി ത്രാടകത്തിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ പതുക്കെ നിങ്ങൾക്ക് സ്തംഭനക്രിയയിലേക്ക് കടക്കാം. അതായത് നിങ്ങളുടെ നോട്ടം കൊണ്ട് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയുടെ വിചാരങ്ങളെയോ ഒരു നിമിഷം നിശ്ചലമാക്കാനുള്ള കഴിവ്. ഇത് സാധ്യമാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഊർജം ശേഖരിക്കപ്പെടണം. ഈ പ്രകാശം നിങ്ങളുടെ ഉള്ളിലെ തമസിനെ, ഇരുട്ടിനെ നീക്കം ചെയ്യും. ഇത് നിരന്തരമായി അഭ്യാസം ചെയ്യേണ്ട ഒന്നാണൊരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ആകർഷകവും എന്നാൽ അത്ര തന്നെ അപകടകരവുമായ ഒരു രീതിയെക്കുറിച്ചാണ്. അതാണ് കണ്ണാടി ത്രാടകം. സ്വന്തം പ്രതിബിംബത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചെയ്യുന്ന രീതിയാണിത്. നിങ്ങൾ കണ്ണാടിയിൽ സ്വന്തം കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ സബ്കോൺഷ്യസ് മൈൻഡ് പല ഭാവങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ മുഖം മാറുന്നതായും പതുക്കെ അത് അപ്രത്യക്ഷമാകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് നിങ്ങളുടെ ഉള്ളിലെ അഹം, ഈഗോ അലിയുന്നതിന്റെ ലക്ഷണമാണ്. കണ്ണാടി ത്രാടകം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണം. മാനസികമായി ദൃഢതയില്ലാത്തവർ ഇത് ചെയ്യരുത്. കാരണം സ്വന്തം മുഖം വികൃതമായി കാണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മുഖം ഇല്ലാതാകുമ്പോഴോ പലരും ഭയപ്പെട്ടു പോകാറുണ്ട്. ഈ ഭയം നിങ്ങളുടെ മാനസിക നിലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഗുരുവിന്റെ നിർദ്ദേശമില്ലാതെ ദീർഘനേരം കണ്ണാടി ത്രാടകം ചെയ്യരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് സിദ്ധികൾ വേണമെന്ന് കരുതി ഇത്തരം രീതികളിൽ അമിതമായി ഏർപ്പെടരുത്. ത്രാടക സാധനയിൽ ഭയം എന്നത് ഒരു വലിയ തടസ്സമാണ്. നിങ്ങൾ ഒരു ഇരുണ്ട മുറിയിലിരുന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പലതരത്തിലുള്ള രൂപങ്ങളോ നിഴലുകളോ കാണുന്നതായി തോന്നാം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ തന്നെ സൃഷ്ടികളാണ്. ഈ ഭയത്തെ ആർക്കാണോ ജയിക്കാൻ കഴിയുന്നവന് മാത്രമേ അടുത്ത തലത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. മനസ്സിനെ ശാന്തമാക്കി ഞാൻ ഈ ശരീരമല്ലേ എന്ന ചിന്തയോടെ ഇരുന്നാൽ ഇത്തരം വിഭ്രാന്തികൾ മാഞ്ഞുപോകും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം എത്രത്തോളം തീവ്രമാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉണരും. മറ്റുള്ളവരെ വശീകരിക്കാനോ കീഴ്പ്പെടുത്താനോ ഉള്ള കഴിവ് കണ്ണാടി ത്രാടകത്തിലൂടെ വേഗത്തിൽ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഓർക്കുക, നമ്മൾ ഇത് ചെയ്യുന്നത് ആത്മീയ ഉന്നതിക്കാണ്. ദുരുദ്ദേശ്യത്തോടെ ഈ വിദ്യ പരിശീലിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും. ഈ ശക്തിയെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഉപയോഗിച്ചുള്ള ത്രാടകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.
രാത്രിയിൽ തെളിഞ്ഞ ആകാശത്തുള്ള ഒരു നക്ഷത്രത്തെയോ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനെയോ നോക്കി ഇത് ചെയ്യാം. ചന്ദ്രത്രാടകം നിങ്ങളുടെ മനസ്സിന് അപാരമായ ശാന്തിയും തണുപ്പും നൽകും. ദേഷ്യം കൂടുതലുള്ളവർക്കും മനസ്സിന് എപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടുന്നവർക്കും ചന്ദ്രത്രാടകം ഒരു ഔഷധം പോലെയാണ്. നക്ഷത്രങ്ങളിൽ ത്രാടകം ചെയ്യുന്നത് നിങ്ങളുടെ ഭാവനാശക്തിയെയും സർഗാത്മകതയെയും ഉണർത്തും. പ്രപഞ്ചത്തിന്റെ വിശാലതയിലേക്ക് നിങ്ങളുടെ മനസ്സ് ലയിക്കുന്ന ഒരനുഭവമാണിത്. അടുത്തത് ജലത്രാടകമാണ്. ഒരു പാത്രത്തിൽ തെളിഞ്ഞ വെള്ളമെടുത്ത് അതിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയാണിത്. വെള്ളത്തിലെ നിങ്ങളുടെ സ്വന്തം പ്രതിബിംബത്തിലേക്കോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ നടുവിലേക്കോ നോട്ടം ഉറപ്പിക്കാം. ജലം ശാന്തതയുടെ പ്രതീകമാണ്. ഈ സാധനയിലൂടെ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് വെള്ളം പോലെ തെളിയാൻ തുടങ്ങും. ജലത്രാടകം പതിവായി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ വികാരങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ആഴം വർദ്ധിപ്പിക്കും. ദൂരെയുള്ള മരങ്ങളിലോ ചെടികളിലോ ത്രാടകം ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കുക. ഒരു മരത്തിന്റെ ഇലയിലോ അല്ലെങ്കിൽ ഒരു പൂവിലോ നോട്ടം ഉറപ്പിക്കുന്നത് നിങ്ങളെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിലെ ജീവചൈതന്യത്തെ ഉണർത്തും. ചുറ്റുമുള്ള ലോകവുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ ഇത് സഹായിക്കും. ഓരോ വസ്തുവിലും ഈശ്വര ചൈതന്യം ദർശിക്കാനുള്ള കഴിവ് ഇതിലൂടെ ലഭിക്കും. ത്രാടകം എന്നത് വെറുമൊരു അഭ്യാസമല്ല, അത് പ്രപഞ്ചവുമായി ലയിക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി നമുക്ക് ഇതിന്റെ സിദ്ധികളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നോക്കാം. ഇനി നമ്മൾ സൂര്യത്രാടകത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കണം. ഉച്ചസമയത്തെ കഠിനമായ സൂര്യപ്രകാശത്തിൽ ഒരിക്കലും ത്രാടകം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യൻ ഉദിച്ചുവരുന്ന സമയത്തോ അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയത്തോ സൂര്യന് ചുവപ്പ് നിറമുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാവൂ. അതും വെറും 10 അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് തുടങ്ങുക. സൂര്യന്റെ ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്നത് സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. സൂര്യൻ പ്രപഞ്ചത്തിന്റെ ആത്മാവാണ്. സൂര്യത്രാടകം പതിവായി ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് സൂര്യനെപ്പോലെയുള്ള ഒരു തേജസ് പ്രകടമാകും. നിങ്ങളുടെ ഉള്ളിലെ മടിയും തമോഗുണവും മാറി കർമ്മനിരതരാകാൻ ഇത് നിങ്ങളെ സഹായിക്കും. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല. പക്ഷേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. കണ്ണിന് അല്പം പോലും അസ്വസ്ഥത തോന്നിയാൽ ഉടൻ നോട്ടം മാറ്റണം. കണ്ണ് അടച്ചതിനുശേഷം ആ സൂര്യബിംബത്തെ നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് കാണാൻ ശ്രമിക്കുക. ത്രാടകത്തിലൂടെ രോഗങ്ങളെ ഭേദമാക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായും സാധിക്കും. നിങ്ങളുടെ ത്രാടകശക്തി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടത്തിലൂടെ ഒരു പ്രത്യേക ഊർജം പ്രവഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് വേദനയോ അസുഖമോ ഉണ്ടെങ്കിൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഭാഗം സുഖപ്പെടുന്നതായി ഭാവന ചെയ്യുക. നിങ്ങളുടെ മനസ്സിന്റെ ഈ ഏകാഗ്രത കോശങ്ങളെ ഉണർത്താൻ സഹായിക്കും. ഇത് മറ്റുള്ളവരിലും പ്രയോഗിക്കാൻ സാധിക്കും, പക്ഷേ അതിന് വളരെയധികം പരിശീലനം ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഹീലിംഗ് പവർ ഉണർത്താൻ ത്രാടകം ഒരു വഴിയാണ്. ഹീലിംഗിനെക്കുറിച്ചുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാം. സൂര്യത്രാടകം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. മന്ത്രത്തിന്റെ ശക്തിയും സൂര്യന്റെ ഊർജവും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും പാരമ്യത്തിലെത്തും. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദഹനപ്രക്രിയ മെച്ചപ്പെടുകയും ശരീരത്തിന് പുതിയൊരു ഉന്മേഷം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ഇത് സഹായിക്കും. ത്രാടകം എന്നത് കേവലം കണ്ണുകൾ കൊണ്ടുള്ള ഒന്നല്ലാതെ നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ഇനി ഇതിന്റെ ബാക്കി രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ത്രാടക സാധനയിൽ മുന്നേറുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രധാന സിദ്ധികളിലൊന്നാണ് വശീകരണം. ഇത് മോശമായ കാര്യങ്ങൾക്കല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ലഭിക്കുന്ന ഒരു പ്രത്യേക കാന്തിക ശക്തിയാണ്. നിങ്ങൾ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളുടെ വാക്കുകളെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന ആത്മീയ രശ്മികൾ മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇതിലൂടെ നിങ്ങൾക്ക് സമാധാനപരമായ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. പതിവായുള്ള പരിശീലനത്തിലൂടെ ദൂരദർശനം എന്ന സിദ്ധി കൈവരിക്കാൻ സാധിക്കുമെന്ന്
അതായത് നിങ്ങളുടെ മുന്നിലില്ലാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ മനക്കണ്ണിലൂടെ കാണാൻ സാധിക്കും. ദൂരെയുള്ള സുഹൃത്തോ ബന്ധുവോ എന്തു ചെയ്യുന്നു എന്നറിയാൻ ത്രാടക സാധകർക്ക് കഴിഞ്ഞേക്കാം. നിങ്ങളുടെ ആജ്ഞാചക്രം പൂർണ്ണമായും ഉണർന്നുകഴിഞ്ഞാൽ സമയത്തിനും ദൂരത്തിനും അപ്പുറമുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങളുടെ മനസ്സ് പ്രാപ്തമാകും. ഇതിനെയാണ് നമ്മൾ ദിവ്യദൃഷ്ടിയുടെ പ്രാരംഭഘട്ടം എന്ന് വിളിക്കുന്നത്. ഇത് നേടാൻ വളരെയധികം ക്ഷമയും ഏകാഗ്രതയും ആവശ്യമാണ്. ത്രാടകത്തിലൂടെ വസ്തുക്കളിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? കഠിനമായ സാധനയിലൂടെ നിങ്ങളുടെ നോട്ടം കൊണ്ട് ചെറിയ വസ്തുക്കളെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ജ്വാലയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിക്കാനോ സാധിക്കുമെന്നാണ്. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഊർജം ആ വസ്തുവിലേക്ക് പ്രവഹിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സ്തംഭനക്രിയയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ നിശ്ചലമാക്കാനും ത്രാടകത്തിന് കഴിയും. പക്ഷേ ഇത്തരം സിദ്ധികൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയുടെ അളവ് മനസ്സിലാക്കാൻ മാത്രമുള്ളതാണ്. മറ്റൊരാളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൈമാറാൻ ത്രാടകത്തിലൂടെ സാധിക്കും. ഇതിനെ ആണ്ടലിപ്പതി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയും ത്രാടകശക്തി പ്രയോഗിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തകൾ ലഭിക്കാൻ തുടങ്ങും. അവർക്ക് പെട്ടെന്ന് നിങ്ങളെ ഓർമ്മ വരികയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുകയോ ചെയ്യും. മനസ്സ് എത്രത്തോളം നിർമ്മലമാകുന്നുവോ അത്രത്തോളം ഈ പ്രക്രിയ വേഗത്തിൽ നടക്കും. പ്രപഞ്ചത്തിലെ എല്ലാ മനസ്സുകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ ഇവിടെ തിരിച്ചറിയും. ത്രാടക സാധനയുടെ ഈ ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ വെറും ഈ ശരീരം മാത്രമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും. ത്രാടകം ചെയ്യുമ്പോൾ ശരീരം പൂർണ്ണമായും നിശ്ചലമാവുകയും ശ്വാസം പോലും വളരെ സാവധാനമാവുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ ബോധം ശരീരത്തിന് പുറത്തേക്ക് വ്യാപിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. പല സാധകർക്കും തങ്ങൾ സ്വന്തം ശരീരത്തെ പുറത്തുനിന്ന് നോക്കി നിൽക്കുന്നതായുള്ള അനുഭവങ്ങൾ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകാറുണ്ട്. ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. ഏകാഗ്രത കൂടുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. ചിലപ്പോൾ അത് മണികളുടെ മുഴക്കം പോലെയോ അല്ലെങ്കിൽ ഓടക്കുഴൽ നാദം പോലെയോ ആയിരിക്കും. ഇതിനെ അനാഹത നാദം എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ച ശബ്ദമാണിത്. പുറമെയുള്ള ശബ്ദങ്ങളൊന്നും നിങ്ങളെ അലട്ടാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ഈ ശബ്ദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ധ്യാനത്തെ കൂടുതൽ ആഴമുള്ളതാക്കും. ത്രാടകം നിങ്ങളുടെ കാഴ്ചയെ മാത്രമല്ല, നിങ്ങളുടെ കേൾവിയെയും ആന്തരിക ബോധത്തെയും ശുദ്ധീകരിക്കുന്നു. ത്രാടകത്തിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായും തുറക്കപ്പെടും. ഈ അവസ്ഥയിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറന്നുപോയ കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ചില ഉന്നത സാധകർക്ക് അവരുടെ പൂർവ്വജന്മസ്മരണകൾ പോലും ഈ സാധനയിലൂടെ ലഭിക്കാറുണ്ട്. മനസ്സ് ഒരു കണ്ണാടി പോലെ തെളിയുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കാലത്തിനപ്പുറം സഞ്ചരിക്കാനുള്ള മനസ്സിന്റെ കഴിവ് ത്രാടകത്തിലൂടെ ഉണർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ ജ്ഞാനിയാക്കി മാറ്റും. നിങ്ങൾ നോക്കുന്ന ബിന്ദുവും നിങ്ങളും ഒന്നായി മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അതായത് ഞാൻ നോക്കുന്നു എന്ന ചിന്ത മാറി നിങ്ങൾ ആ ബിന്ദുവായി മാറുന്നു. അവിടെ ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുന്നു. ഇതിനെയാണ് യോഗശാസ്ത്രത്തിൽ സമാധിയുടെ പ്രാഥമിക ഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായി അനുഭവപ്പെടും. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണെന്ന വലിയ സത്യം ത്രാടകം നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കും. ത്രാടകത്തിലൂടെ നിങ്ങൾക്ക് സിദ്ധികൾ ലഭിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് വലിയൊരു പരീക്ഷണത്തെ നേരിടും. മറ്റുള്ളവരെ വശീകരിക്കാനോ അവരുടെ ചിന്തകൾ വായിക്കാനോ ഉള്ള കഴിവ് കിട്ടുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ തോന്നും. പക്ഷേ ഓർക്കുക, നിങ്ങൾ എപ്പോഴാണോ ഈ ശക്തി സ്വാർത്ഥമായ കാര്യങ്ങൾക്കോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഉപയോഗിക്കുന്ന തന്നുമുതൽ നിങ്ങളുടെ സാധന തകരാൻ തുടങ്ങും. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആത്മീയ ഊർജ്ജം മുഴുവൻ വെറും നിസ്സാരമായ കാര്യങ്ങൾക്കായി പാഴാക്കരുത്. സിദ്ധികൾ എന്നത് വഴിയിലെ മയിൽക്കുറ്റികൾ മാത്രമാണവ, ലക്ഷ്യമല്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. ആത്മീയമായ നേട്ടങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമ്പോഴാണ് അവ കൂടുതൽ വർദ്ധിക്കുന്നത്. എനിക്ക് ഇന്ന സിദ്ധി ലഭിച്ചു എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു നടന്നാൽ ആ ശക്തി നിങ്ങളിൽ നിന്ന് പതുക്കെ വിട്ടുപോകും. ഒരു യഥാർത്ഥ സാധകൻ എപ്പോഴും എളിമയുള്ളവനായിരിക്കണം. നിങ്ങളുടെ നോട്ടത്തിൽ ശക്തിയുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴും നിങ്ങൾ സാധാരണക്കാരെ പോലെ പെരുമാറുക. ഉള്ളിൽ വലിയൊരു സമുദ്രം പോലെ ശാന്തനായിരിക്കുക.
ഈ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം. ത്രാടകത്തിൽ വിജയിക്കാൻ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. സാധകൻ എപ്പോഴും സാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. അമിതമായ എരിപുളിമാംസാഹാരം എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിൽ ഉഷ്ണം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കുകയും ചെയ്യും. ലളിതമായ ഭക്ഷണം നിങ്ങളുടെ നാഡികളെ ശുദ്ധമായി വയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മിതമായി മാത്രം സംസാരിക്കുക. അമിതമായ സംസാരം നിങ്ങളുടെ ഊർജത്തെ ചോർത്തിക്കളയും. ഊർജം ലാഭിച്ചാൽ മാത്രമേ ത്രാടകത്തിൽ ഉന്നത തലങ്ങളിലെത്താൻ സാധിക്കൂ. നിങ്ങൾക്ക് ലഭിച്ച ത്രാടകശക്തിയെ ലോകത്തിന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുക. മാനസികമായി തളർന്നു കിടക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ നോട്ടത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും ആശ്വാസം നൽകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സിദ്ധി. രോഗികളെ സുഖപ്പെടുത്താനോ സമാധാനം പകരാനോ ഈ ഊർജം ഉപയോഗിക്കുക. നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് നൽകുന്നുവോ അത്രത്തോളം ഈശ്വരൻ നിങ്ങളിലേക്ക് പുതിയ ഊർജം നിറയ്ക്കും. ഒരു കണ്ണാടി പോലെ സ്വയം ശുദ്ധമായി ഇരുന്നാൽ പ്രപഞ്ചത്തിന്റെ പ്രകാശം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തും. എല്ലാ സാധനയും ചെയ്യുന്ന രീതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബിന്ദു ത്രാടകവും ദൈവചിത്രത്തിൽ ത്രാടകവും മൂർത്തി ത്രാടകവും ഓം ചിത്രത്തിൽ ത്രാടകവും ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. അതിനുശേഷം ജ്യോതി ത്രാടകവും മിറർ ത്രാടകവും ദൂരെയുള്ള മരത്തിൽ ത്രാടകവും ജലത്തിൽ ത്രാടകവും രാത്രിയിൽ നക്ഷത്രത്തിലും മൂണിലുമുള്ള ത്രാടകവും രാവിലെയും വൈകുന്നേരവും സൂര്യനിൽ ത്രാടകവും ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോഴും കണ്ണ് കുറച്ചു നേരത്തെ കടക്കുമ്പോൾ അതേ വസ്തുവിന്റെ രണ്ടു പുരികത്തിന്റെ ഇടയിലുമായി ഉള്ളതായി സങ്കൽപ്പിക്കുക. അപ്പോൾ അത് അന്തരംഗ ത്രാടകമായി. ഇവിടെ 2 തരത്തിലുള്ള സാധന പൂർത്തിയായി. ത്രാടക സാധന കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എഴുന്നേറ്റു പോകരുത്. പരിശീലനം കഴിഞ്ഞ് കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ആ സമയം നിങ്ങളുടെ 2 പുരികങ്ങൾക്കുമിടയിൽ ആജ്ഞാചക്രത്തിൽ ആ ബിന്ദുവിനെയോ ജ്യോതിയെയോ ദർശിക്കാൻ ശ്രമിക്കുക. കുറച്ചുനേരം ആ ശാന്തതയിൽ തന്നെയിരിക്കുക. അതിനുശേഷം 2 കൈപ്പത്തികളും തമ്മിൽ നന്നായി ഉരസുക. റബ്ബിംഗ് പാംസ്. കൈകളിലുണ്ടാകുന്ന ആ ചൂട് നിങ്ങളുടെ കണ്ണുകളിൽ മെല്ലെ വയ്ക്കുക. ഈ ഊർജം നിങ്ങളുടെ കണ്ണുകൾക്ക് കൂടുതൽ ശക്തി നൽകും. അതിനുശേഷം മാത്രം പതുക്കെ കണ്ണുകൾ തുറക്കുക. ഈ രീതിയിൽ സാധന അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സ്ഥിരത നൽകും. പരിശീലനം കഴിഞ്ഞ് ചുരുങ്ങിയത് 15 മുതൽ 20 വരെ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകാവൂ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സാധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആന്തരിക ചൂട് മാറാൻ സമയം നൽകണം. കണ്ണുകൾ കഴുകുമ്പോൾ വായ നിറയെ വെള്ളം നിറച്ച് കവിൾ വീർപ്പിച്ചു പിടിച്ചുകൊണ്ട് കണ്ണിലേക്ക് വെള്ളം തള്ളുന്നത് ഐ സ്പ്ലാഷിംഗ് വളരെ നല്ലതാണ്. ഇത് കണ്ണിന്റെ ഞരമ്പുകൾക്ക് ഉന്മേഷം നൽകും. ത്രാടകം ചെയ്യുന്നവർ കൃത്യമായി ഉറങ്ങാനും ശ്രദ്ധിക്കണം. ഉറക്കക്കുറവ് നിങ്ങളുടെ സാധനയെയും കണ്ണിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. ഒരു ദിവസം കൊണ്ട് ആർക്കും ത്രാടകസിദ്ധികൾ ലഭിക്കില്ല. മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം നീളുന്ന കഠിനമായ അഭ്യാസമാണ് ഇതിനാവശ്യം. ഇന്നെനിക്ക് ഒന്നും അനുഭവപ്പെട്ടില്ലല്ലോ എന്ന് കരുതി പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. ഓരോ ദിവസത്തെയും പരിശീലനം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ഓരോ ചെറിയ വെളിച്ചവും ഓരോ ചെറിയ അനുഭവവും നിങ്ങളുടെ പുരോഗതിയുടെ ലക്ഷണമാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്നവന് മാത്രമേ പ്രകൃതി തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ത്രാടകം ഒരു വലിയ ചവിട്ടുപടിയാകട്ടെ. എപ്പോഴും ഗുരുവിനെയും ദൈവത്തെയും സ്മരിച്ചുകൊണ്ട് സാധന ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഏവർക്കും ത്രാടക സാധനയിലൂടെ ഉന്നതമായ അവസ്ഥകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഹരി ഓം. സത്യസന്ധമായ അറിവുകൾ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.